Hi dears, welcome to EdCom. അക്കൗണ്ടിംഗ് റേഷ്യോ സെക്കൻഡ് ചാപ്റ്റർ തുടരുന്നു. നിലവിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് കഴിഞ്ഞ പാർട്ടിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് പറഞ്ഞു. ദെൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇനി പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് മുകളിൽ കിട്ടുന്ന റിട്ടേൺ അല്ല, ആ ഒരു പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് ടാക്സും ഇൻട്രസ്റ്റും കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ്, അതിനെ നമുക്ക് PBIT എന്ന് പറയും. PBIT. ഓക്കെ, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതാണ് അതിന്റെ ഇക്വേഷൻ. ദ ടു കോമ്പണൻസ് ഇൻവോൾവ്ഡ് ഇയർ. ഇവിടെ രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഒന്ന് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും ക്യാപിറ്റൽ എംപ്ലോയിഡും. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്, അല്ലെങ്കിൽ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, ഏതും ആവാം. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാനുള്ള ഇക്വേഷൻ, ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാനുള്ള ഇക്വേഷൻ ഫിക്സഡ് അസെറ്റ് പ്ലസ് കറന്റ് അസെറ്റ്. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണുമെങ്കിൽ ഫിക്സഡ് അസെറ്റ് പ്ലസ് കറന്റ് അസെറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കറന്റ് ലയബിലിറ്റി മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും, അല്ലെങ്കിൽ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ടാവും. അതായത് എത്ര ക്യാപിറ്റൽ ഉപയോഗിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് പ്ലസ് ഡിബഞ്ചർ പ്ലസ് അതർ ലോങ് ടേം ലോൺസ്, അതെല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. അപ്പോൾ ആ രീതിയിലും ഈ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ മറ്റൊന്ന് പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന് മുകളിൽ എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റേഷ്യോ ആണ് ഈ റേഷ്യോ. ഇവിടെ നോക്കൂ, നേരത്തെ കണ്ട ആ ഒരു ഇക്വേഷൻ പോലെയല്ല ഇവിടെ. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് അല്ലേ? നേരത്തെ നമ്മൾ ബിഫോർ ആയിരുന്നു, ഇത് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ ഇൻറ്റു 100. ഓക്കെ, ഇൻറ്റു 100ലേക്ക് മാറ്റണം. അതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതാണ്. ദെൻ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അടുത്തതാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നിന്ന് കിട്ടുന്ന റിട്ടേൺ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ അത്രേ ഉള്ളൂ, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ടാക്സിനും പ്രിഫറൻസ് ഡിവിഡൻഡിനും ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഓക്കെ, ഓരോ ഇക്വേഷനും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമുക്ക് എല്ലാം കൂടെ അടങ്ങുന്ന ഒരു പ്രോബ്ലത്തിലേക്ക് വരാം. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ calculate return on capital employed. Capital employed return, calculate return on capital employed. Okay, return on capital employed calculate ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതിലേക്കുള്ള കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നെറ്റ് ഫിക്സഡ് അസെറ്റ് തന്നിട്ടുണ്ട്, അതായത് ഇക്വിറ്റി ക്യാപിറ്റൽ 75,000, പ്രിഫറൻസ് ക്യാപിറ്റൽ, ഡിബഞ്ചർ, റിസർവ് അല്ലെ, ഫിക്സഡ് അസെറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നെറ്റ് ഫിക്സഡ് അസെറ്റ് 2,50,000 ആണ് നെറ്റ് ഫിക്സഡ് അസെറ്റ് കേട്ടോ. സോ ഇവിടെ നമുക്ക് വേറെയും കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എംപ്ലോയിഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ. ദെൻ കറന്റ് അസെറ്റ്, കറന്റ് ലയബിലിറ്റി, ഗ്രോസ് പ്രോഫിറ്റ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, നെറ്റ് പ്രോഫിറ്റ്. ഇനി നമ്മൾ ഓരോന്ന് കാണാം. ഫസ്റ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കണ്ടെത്തണം. എന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ആദ്യം കണ്ടെത്തണം അല്ലേ? ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നേരിട്ട് PBIT തരാത്തതുകൊണ്ട് നമ്മൾ അതിലേക്കുള്ള മറ്റുള്ള ഇൻഫർമേഷൻസ് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നു, 1,06,000 ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ അത് കഴിഞ്ഞാൽ ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ലെസ് ചെയ്യാം. ഓക്കെ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ലെസ് ചെയ്യുന്ന പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും ലെസ് ചെയ്താൽ ബാക്കി കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് പ്രൊവിഷൻ ഫോർ ടാക്സ് ആഡ് ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ സിമ്പിൾ മെത്തേഡ് ഇതാണ്, ഇതൊന്നും കൂടെ നോക്കാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആ PBIT ആണ്, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. സോ ദെൻ നെക്സ്റ്റ് നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമായ അടുത്ത ഐറ്റം ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്.
ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈക്വൽ ടു നെറ്റ് ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി അല്ലേ. അപ്പൊ ഫിക്സഡ് അസറ്റ് 2,50,000 ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് 2,50,000 തന്നിട്ടുണ്ട്. ദെൻ പിന്നീട് കറണ്ട് അസറ്റ് ആണ്, അതും ക്വസ്റ്റ്യനിലുണ്ട്, മൈനസ് കറണ്ട് ലയബിലിറ്റി അതും ക്വസ്റ്റ്യനിലുണ്ട്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ഒക്കെ ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി. സോ അതിനാ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 3,25,000. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞ പോലെ PBIT, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടി? 16% കിട്ടി. അതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇനി ഇതിൽ നിന്ന് നമുക്ക് മറ്റു ചില റേഷ്യോസും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഒരു റേഷ്യോ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100 അല്ലേ. അതാണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ അത് എങ്ങനെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പറഞ്ഞിട്ടാ. സോ അതിന്റെ ഇക്വേഷൻ പറഞ്ഞതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് കേട്ടോ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. സോ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എങ്ങനെ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് ഇവിടെ കണ്ടല്ലോ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് 26,000 കിട്ടിയത് അല്ലേ. നെറ്റ് പ്രോഫിറ്റ് കണ്ടില്ല, 26,000 ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. സോ അതാണ് ആ നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനാണ് നമ്മൾ ഇവിടെ ഈ തന്നിട്ടുള്ള കുറച്ച് ഐറ്റംസ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് 75,000, ഇക്വിറ്റി ക്യാപിറ്റൽ 75,000 ഉണ്ടാവും. അതേപോലെ തന്നെ പ്രിഫറൻസ് ക്യാപിറ്റൽ അതും ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് തന്നെയാണ്. സോ അത് എത്ര ഉണ്ടാവും? 50,000 ഉണ്ടാവും. പിന്നെ ഡിബഞ്ചർ എന്ന് പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടല്ല, റിസർവും എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടാണ്. അതേപോലെ ഈ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് അതും ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് തന്നെയാണ്. ഈ പറഞ്ഞത് നെറ്റ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഫണ്ട് തന്നെയാണ്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് കാണണമെങ്കിൽ നമ്മൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഏതെല്ലാം ആഡ് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ തന്നെ 75,000 പ്ലസ് 50,000 പ്ലസ് 24,000 പ്ലസ് 26,000 ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,70,75,000 നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടിയാൽ പിന്നെ നമുക്ക് സിമ്പിൾ അല്ലേ. നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, 26,000 ഡിവൈഡഡ് ബൈ 1,70,75,000 ഇൻറ്റു 100. സോ നമുക്ക് 15%, ഒരു അപ്രോക്സിമേറ്റ് ആണ്, അവിടെ പോയിന്റ് വരുന്നുണ്ട് 15%. ഓക്കെ, ഏകദേശം അതാണ് എന്ത്? റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ ആൻസർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊന്നുണ്ടല്ലോ, നിങ്ങൾ മുകളിലേക്ക് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണാൻ ഇക്വേഷൻ കണ്ടില്ലേ, ഇതാണ് നമ്മൾ ചെയ്തത്. ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഇക്വേഷൻ നോട്ട് ചെയ്യണം. ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. സോ അതിനെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നും കൂടെ പറയാൻ പറ്റും കേട്ടോ. റിട്ടേൺ ഓൺ ഇക്വിറ്റി അതായത് എന്താണ്? റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി, അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു. ദെൻ അതിൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഓൾറെഡി 26,000 ക്വസ്റ്റ്യനിലുണ്ട്. ഇനി ഇതിൽ നിന്ന് ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് ആണ് കുറയ്ക്കേണ്ടത്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, സോ കാണുന്നുണ്ടല്ലേ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് കണ്ടില്ലേ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 50,000 ആണ്. 10% എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എന്നാൽ 50,000ന്റെ 10% 5,000 ആണ് എന്ത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. 5,000 ക്വസ്റ്റ്യനിലുണ്ട്.
ഓക്കെ. അപ്പൊ 26,000 ആ ഒരു ഡിവിഡൻഡ് കൂടെ കുറച്ചാൽ 26,000 ആ ഒരു ഡിവിഡൻഡ് കൂടെ കുറച്ചാൽ ബാക്കി കിട്ടുന്നതാണ് നമുക്ക് ഇവിടേക്ക് ആവശ്യമുള്ളത് അല്ലെ, 21,000. അതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ കാണാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് മാത്രം കണ്ടാൽ മതി അവിടെ. അപ്പൊ അവിടെ ആരത് എടുക്കരുത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എടുക്കരുത്. അതാണ് അതിന്റെ പോയിന്റ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ അവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഏതൊക്കെ വരും? 75,000 പ്ലസ് അതേപോലെ തന്നെ ഈ റിസർവ് 24,000 ഉണ്ടാകും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 21,000 ആയിട്ടുള്ള ഈ പ്രോഫിറ്റ് ഉണ്ടാവും, ഈ ഒരു പ്രോഫിറ്റ്. അപ്പൊ ആ ഒരു 21,000 പ്രോഫിറ്റും പ്ലസ് 75,000 പ്ലസ് 24,000 ഈക്വൽ ടു 1,20,000. അതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് അതാണ്. ഓക്കെ. സോ നമുക്ക് സിമ്പിൾ ആണ്. എന്ത്? ആദ്യം 21,000 ഡിവൈഡഡ് ബൈ 1,20,000 ഇൻറ്റു 100. സോ 17.5%. ഓക്കെ. അതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ കിട്ടിയത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ 3 റേഷ്യോസും നമ്മൾ പഠിച്ചു. ഇതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതോടുകൂടെ ടോട്ടൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ വൈൻഡപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു റേഷ്യോ ആണ് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആക്ടിവിറ്റി റേഷ്യോ. ടേൺ ഓവർ റേഷ്യോ ഷോ ഹൗ എഫക്റ്റീവ്ലി ഫേം യൂസസ് ഇറ്റ്സ് അവൈലബിൾ റിസോഴ്സസ് ഓർ അസെറ്റ്. ഒരു ഫേം അവർക്ക് അവൈലബിൾ ആയ അസെറ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു കണ്ടെത്താനുള്ള റേഷ്യോ ആണ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ അസെറ്റിന്റെ ഉപയോഗം. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ് എഫിഷ്യൻസി ഇൻ അസെറ്റ് മാനേജ്മെന്റ്. അസെറ്റ് മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ ഉള്ളത്. ദിസ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് എഫിഷ്യൻസി റേഷ്യോ ഓർ ആക്ടിവിറ്റി റേഷ്യോ ഓർ അസെറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. It should be noted that the turnover ratio are always expressed in number of times. Turnover ratio എപ്പോഴും ടൈംസ് ആണ്, എത്ര തവണ എന്നുള്ള ആ ഒരു നമ്പർ ഓഫ് ടൈംസിലാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, പെർസെൻറ്റേജിലല്ല. നമ്മൾ കഴിഞ്ഞ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഒക്കെ പെർസെൻറ്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത്, ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇത്ര ടൈംസ് എന്നാണ് പറയുന്നത്. ഓരോന്നിനും ഓരോന്നുണ്ട്. ഓക്കെ. ഇതിന് മുമ്പ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അത് മറ്റൊരു പ്രൊപ്പോർഷനിലായിരുന്നു അത് പറഞ്ഞിട്ടായിരുന്നു, കറണ്ട് റേഷ്യോ അതേപോലെ തന്നെ കിക്ക് റേഷ്യോ ഒക്കെ പറഞ്ഞത് അല്ലേ. അപ്പൊ ഇവിടെ ടൈംസിൽ. ഓക്കെ. അപ്പോൾ ഈ ടേൺ ഓവർ റേഷ്യോയിലെ ഒന്നാമത്തായിട്ടാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ടേൺ ഓവർ റേഷ്യോസ്, ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇതിന്റെ ഇക്വേഷൻ കാണാൻ പറ്റും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അതാണ് അതിന്റെ ഒരു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോന്റെ ഇക്വേഷൻ. സോ ആക്ച്വലി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അല്ല ആവറേജ് സ്റ്റോക്കും, സ്റ്റോക്ക് മീൻസ് ഇൻവെന്ററി, ആവറേജ് ഇൻവെന്ററിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു റേഷ്യോ ആണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. അങ്ങനെ നമുക്ക് അതിന് മീനിങ് പറയാം. ഇനി ഇവിടെ ആവറേജ് സ്റ്റോക്ക് കാണാനാണ് വീണ്ടും പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ആണ് കേട്ടോ. ഡിവൈഡ് ബൈ 2 എന്നാണ്, തെറ്റുണ്ട്. ഓക്കെ. ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? ആവറേജ് സ്റ്റോക്ക് കിട്ടുക. ഇനി ഇഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല എങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് മേ ബി യൂസ്ഡ് ആസ് ദി ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് എടുക്കുക, എന്തായിട്ട് ആവറേജ് സ്റ്റോക്ക് ആക്കിയിട്ട് എടുക്കുക. ക്ലോസ് സ്റ്റോക്ക് ആവറേജ് സ്റ്റോക്ക് ആക്കി എടുക്കുക. ദെൻ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് സ്റ്റോക്ക് വെലോസിറ്റി. Generally, stock or inventory turnover ratio is expressed in times. It can be also expressed in days or month. ചിലപ്പം ടൈംസിന് അപ്പുറത്തേക്ക് ഡേയ്സിലോ അല്ലെങ്കിൽ മന്തിലോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മന്തിലോ ഡേയ്സിലോ എക്സ്പ്രസ് ചെയ്യുമ്പോൾ then it is called stock velocity അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ് എന്നൊക്കെ പറയാം. സ്റ്റോക്ക് വെലോസിറ്റി കാണാനുള്ളത് നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കിട്ടി, അതേ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് 12 കൊണ്ട് നമ്പർ ഓഫ് മന്ത് ഇൻ എ ഇയർ, മന്ത് ഇൻ എ ഇയർ 12 ആണ്. നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 365. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്റ്റോക്ക് വെലോസിറ്റി കിട്ടും. ഓക്കെ. അപ്പോൾ 365 കൊണ്ടോ അല്ലെങ്കിൽ 12 കൊണ്ടോ ഡിവൈഡ് ചെയ്താൽ മതി. ഡയറക്റ്റ് ഫോർമുല ആസ് ഫോളോസ്: ആവറേജ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. അങ്ങനെയും നമുക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം. ഓക്കെ. താങ്ക് യു.